നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹൃദ്രോഗങ്ങളെക്കുറിച്ചും നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനും മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിൻ്റെ MD-യും ചെയർമാനും ചീഫ് ഇൻവെൻറ്റേഷൻ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ N. പ്രതാപ് കുമാറാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ സർവ്വസാധാരണമായി കേട്ടുവരുന്നൊരു കാര്യമാണ് ഹൃദ്രോഗത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ, ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഈ ഹൃദ്രോഗം തകർക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഹൃദയത്തെ ഉണ്ടാകുന്ന പ്രധാന അസുഖങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയ സംബന്ധമായ രോഗം പറയുമ്പോൾ ഹൃദയാഘാതത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മരണകാരണമായി വരുന്നത് ഹൃദയാഘാതമാണ്. ഇന്നും ലോകത്ത് വികസ്വര രാജ്യങ്ങളോടൊപ്പം തന്നെ അവികസിത രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഹൃദയാഘാതം മൂലമാണ്. ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കുക, അതിനുള്ള ചികിത്സ നൽകുകയാണ് ഇതിനുള്ള പ്രതിവിധി. അതുകൊണ്ട് തന്നെയാണ് ഹൃദ്രോഗ വിദഗ്ധന്മാരുടെ ആവശ്യകത വളരെ നിർബന്ധമായി വരുന്നത്. ഹൃദയാഘാതവുമായി വരുന്ന രോഗിക്ക് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് മരുന്ന് അലിയിച്ച് അല്ലെങ്കിൽ ക്ലോട്ട് അലിയിക്കുന്ന ചികിത്സ അല്ലെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയയാണ്. ഏറ്റവും ഉത്തമമായ ചികിത്സ ബലൂൺ ശസ്ത്രക്രിയ ആയിരിക്കെ ആ ചികിത്സാ രീതി ആദ്യത്തെ നെഞ്ചുവേദന വന്ന് ആദ്യത്തെ 90 മിനിറ്റിനുള്ളിൽ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് രോഗികളെ ചികിത്സയ്ക്കായി എത്തിക്കുന്ന ആശുപത്രിയിൽ ഈ ചികിത്സാ സൗകര്യമില്ലെങ്കിൽ നമ്മൾ ഹൃദയ സംബന്ധമായ ഈ ചികിത്സ കിട്ടുന്ന ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ്. ലോകത്ത് പല രാജ്യങ്ങളിലും എസ്പെഷ്യലി യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഈ ചികിത്സയ്ക്ക് നമ്മൾ ഈ സൗകര്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് രോഗിക്ക് ഈ സാധ്യതയും അല്ലെങ്കിൽ ഈ ചികിത്സാ വിധിയും പറഞ്ഞു കൊടുത്ത ശേഷം അവരെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വിട്ട് റെഫർ ചെയ്ത് 90 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ചികിത്സ ലഭ്യമാക്കുകയാണ് ഏറ്റവും ഉത്തമം. ഡോക്ടർ ഈ ഒരു ചികിത്സാ രീതിയെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പലരും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ സാഹചര്യം? അതെങ്ങനെയാണ്? പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഹൃദയാഘാതവുമായി വരുന്ന രോഗികൾക്കുന്ന ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അല്ലാതെ നമ്മളിപ്പോൾ TMD ടെസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളത് മനസ്സിലാക്കി ECG വേരിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗിക്ക് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ഇലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ രക്തധമനികളിലേക്ക് കയ്യിൽ നിന്നോ അല്ലെങ്കിൽ തുടയിൽ നിന്നോ ഉള്ള ചെറിയ രക്തധമനി വഴി ഒരു ട്യൂബ് അകത്ത് കടത്തി ആ ട്യൂബിനകത്തൂടെ ഒരു ബലൂൺ, ഒരു വയറിൻ്റെ സഹായത്തോടെ ബലൂണിനകത്ത് കടത്തി ബലൂൺ വികസിപ്പിച്ച് ബ്ലോക്കിനെ നീക്കം ചെയ്യുകയും ആ ബ്ലോക്ക് റീകോയിൽ ചെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് 90% പേരിലും ലോകനിർമ്മിതമായ ഒരു സ്റ്റെൻറ്റ് നിക്ഷേപിക്കുകയുമാണ് പ്രധാനം. ഇന്ന് പ്രാബല്യത്തിൽ വരുന്ന മറ്റൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ 1977 മുതൽ 92 വരെ പ്രാബല്യത്തിലുള്ള ബലൂൺ ശസ്ത്രക്രിയ തന്നെ സ്റ്റെൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ മെറ്റൽലെസ് PCI എന്ന് പറയും. അതായത് ലോഹനിർമ്മിതമായ അല്ലെങ്കിൽ സ്റ്റെൻറ്റ് നിക്ഷേപിക്കാതെ തന്നെ നമുക്ക് ബലൂണിൻ്റെ സഹായത്തോടെ, മരുന്ന് പുരട്ടിയ ബലൂണിൻ്റെ സഹായത്തോടെ ബ്ലോക്ക് നീക്കം ചെയ്യുന്ന ചികിത്സാ രീതി. ഇതെല്ലാവർക്കും പറ്റില്ല. നമ്മൾ ഇമേജിൻ്റെ സഹായത്തോടെ അകത്ത് കയറി സ്കാൻ ചെയ്ത് നോക്കി രക്തധമനികളുടെ ബ്ലോക്കിൻ്റെ അവസ്ഥ അത് ലൈപ്പിഡാണോ അല്ലെങ്കിൽ ക്ലോട്ടാണോ അല്ലെങ്കിൽ ഫൈബ്രസ് ടിഷ്യൂ ആണോ എന്ന് മനസ്സിലാക്കിയ ശേഷം അത് നീക്കം ചെയ്ത ശേഷം ഒരു മരുന്ന് നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് അകത്ത് കടത്തുന്ന മരുന്ന് കോട്ട് ചെയ്യുന്ന ബലൂണിൻ്റെ സഹായത്തോടെ ബലൂൺ വികസിപ്പിച്ച ശേഷം ബ്ലോക്ക് നീക്കം ചെയ്യുന്ന രീതി. ഇത് രണ്ടുമാണ് ഇപ്പം ഉള്ള നൂതനമായ ചികിത്സാ രീതി. ഡ്രഗ് കോട്ടഡ് ബലൂൺ ആണ് ബലൂൺ ശസ്ത്രക്രിയയ്ക്ക്. അതുപോലെ തന്നെ ഈ കാൽസ്യം ബ്ലോക്കുകൾ, അത് അങ്ങനെയാണ് ഹൃദ്രോഗത്തിന് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാൽസ്യം ബ്ലോക്കുകൾ അതെന്താണ്? അതൊന്ന് വിശദീകരിച്ച് തരാം. നമ്മൾ ഈ ബ്ലോക്കുകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? രക്തം കട്ട പിടിക്കുന്ന സമയത്ത് അത് ആദ്യം ലിക്വിഫൈ ചെയ്യും. ലിക്വിഫൈ ചെയ്യുമ്പോൾ അതിനൊരു കൊഴുപ്പ് പോലെ ഇരിക്കും. നമ്മൾ ചുമ്മാതെ വയറിട്ടാൽ ബലൂണിട്ടാൽ മാറ്റാൻ പറ്റും. അല്ലാത്തത് കുറച്ചുകൂടെ കട്ടിപിടിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ മണ്ണ് കുഴഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ മണ്ണ് കട്ടിപിടിച്ച് അങ്ങോട്ടേക്കും. നല്ല കട്ടിയുള്ള മണ്ണാവുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാൻ. ഈ കട്ടിയുള്ള മണ്ണിനെയാണ് പിന്നെ കല്ലായി മാറുന്നത്. കല്ല് പാറയായി മാറും. അപ്പോൾ ഈ പാറയായി കല്ലായി മാറുന്നതിനെയാണ് കാൽഷ്യം ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ പൊതുവേ ബലൂൺ വികസിപ്പിച്ച് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവയ്ക്ക് ചില പ്രത്യേകതരം ഡിവൈസസ് ആവശ്യമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ കട്ടിംഗ് ബലൂണുകൾ അല്ലെങ്കിൽ ബലൂണുകളുണ്ട്. അതിനകത്ത് ബ്ലേഡിൻ്റെ സഹായത്തോടെ നമ്മൾ ബലൂണുകളെ ഈ ബ്ലോക്കിനെ കട്ട് ചെയ്ത് മുറിച്ച ശേഷം പിന്നെ അതിനകത്ത് സ്റ്റെൻറ്റ് നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഡ്രഗ് കോട്ടിംഗ് ബലൂൺ ഉപയോഗിക്കുക. നമ്പർ 1. നമ്പർ 2,
ഹൈ പ്രഷർ ബലൂൺ, നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ എന്ന് വെച്ചാൽ ഒരു ബലൂൺ വികസിപ്പിക്കുന്നതിന് 10 മുതൽ 12 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 16 അറ്റ്മോസ്ഫെറിക് പ്രഷറിലാണ് ഉപയോഗിക്കുന്നത്. ഇത് മാറ്റി അത് 35, 40, 45 വരെ പ്രഷറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില 2 ലെയർ അടങ്ങിയ ബലൂൺ, OPN ബലൂൺ അല്ലെങ്കിൽ ഹൈ പ്രഷർ ബലൂൺ എന്ന് പറയും. മൂന്നാമത്തത് ഈ ഷോക്ക്, നമ്മളിപ്പോൾ കിഡ്നിക്കകത്തൊക്കെ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ സ്റ്റോൺ കല്ല് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഷോക്ക് വേവ് തെറാപ്പിയുണ്ട്. ഇത് നമ്മൾ ബലൂണിൻ്റെ സഹായത്തോടെ അകത്ത് കടത്തി ഷോക്ക് വേവ് നമ്മൾ രക്തധമനികൾക്കുള്ളിൽ തന്നെ കൊടുക്കുന്ന രീതിയാണ് IVL അല്ലെങ്കിൽ ഇൻട്രവാസ്കുലർ ലിത്തോട്രിപ്സി, അതെങ്കിൽ രക്തധമനിക്കുള്ളിൽ ഷോക്ക് വേവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതി. നാലാമത്തത് അത്തറക്ടമി ഡിവൈസസ്. ഈ ബലൂൺ ഇത് ചുരണ്ടിക്കളയുന്ന രീതിയാണ്. അതിന് 2 തരത്തിലുള്ള അത്തറക്ടമി ഡിവൈസ് ഉണ്ട്. റൊട്ടേഷണൽ അത്തറക്ടമി, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് 1,80,000, 2,20,000 RPM റേറ്റ് പെർ മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ 15 സെക്കൻഡോളം മാറ്റി ചുരണ്ടിക്കളയുന്ന രീതി. അതിന് വേറൊരു രീതി എന്ന് പറയുന്നത് ഓർബിറ്റൽ അത്തറക്ടമി. അത് നമ്മൾ ഡയമണ്ട് ബ്ലാക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സഹായത്തോടെ നമ്മൾ 2 സൈഡിലോട്ട് മുന്നോട്ടും പിന്നോട്ടും രീതിയിൽ അത് ചുരണ്ടിക്കളയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളും പിന്നെ ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ് 6ാമത്തെ വിഭാഗം. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ കാൽഷ്യം ബ്ലോക്കുകളെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ കാൽഷ്യം ബ്ലോക്കുകളെ നീക്കം ചെയ്യുന്നതിന് ടെക്നിക്കലി നമ്മൾ സൗണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള മെഷീനുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ സഹായം വേണം. ഈ കാൽഷ്യം ബ്ലോക്കുകൾ മനസ്സിലാക്കാനായിട്ട് ഇമേജിങ്ങിൻ്റെ സഹായം അല്ലെങ്കിൽ അകത്ത് കയറി സ്കാൻ ചെയ്ത് OCT അല്ലെങ്കിൽ IVS, ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി അല്ലെങ്കിൽ ഇൻട്രവാസ്കുലർ അൾട്രാസൗണ്ട്, ഇതിൻ്റെ സഹായത്തോടെ രക്തധമനിയുടെ ഉള്ളിലെ ബ്ലോക്കിൻ്റെ ഘടനയും വ്യാപ്തിയും വികാസവും നീളവും മനസ്സിലാക്കിയ ശേഷം ചികിത്സിക്കുന്ന രീതിയാണ് നമ്മൾ കാൽഷ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതെന്തിനു ചെയ്യുന്നു വെച്ചാൽ, അല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് സ്റ്റെൻഡ് ഇടുന്ന സമയത്ത് രക്തധമനി പൊട്ടിപ്പോകാനും മരണം വരെ സംഭവിക്കാനും ഇതിനുള്ള സൗകര്യങ്ങളില്ലാത്തവർക്കും ഈ രീതിയിലുള്ള ചികിത്സയിൽ പ്രാവീണ്യമില്ലാത്ത ഡോക്ടർമാർ ചെയ്യുമ്പോഴോ ഇതൊക്കെ സംഭവിക്കാവുന്ന സാധ്യതയുണ്ട്. കോസ്റ്റ് കൂടുതലാണെങ്കിലും ഉത്തമമായ ചികിത്സ രോഗികളിലെത്തിക്കാൻ അത്യാവശ്യമാണിത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാൽസ്യം ബ്ലോക്കുകൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വരാനുള്ള ഒരു കാരണം ഉണ്ടാകും, ഒരാളുടെ ശരീരത്തിൽ ഇത് വരാൻ അത് എത്ര കാലമാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് കാലപ്പഴക്കമുള്ള ബ്ലോക്കുകളാണ് കാൽഷ്യം ബ്ലോക്കുകളായി മാറുന്നത്. ചിലർക്ക് ജനിതകമായ കാരണങ്ങളാൽ വരാം കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടാകാനുള്ളത്. പക്ഷെ പ്രധാനമായിട്ടും ഒരുപാട് കാലത്തെ പഴക്കം കൊണ്ടുണ്ടാകുന്ന ബ്ലോക്കുകളാണ് കാൽഷ്യം ബ്ലോക്കുകളായി മാറുന്നത്. ചില പ്രത്യേക ആഹാരങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ എങ്കിലും കാൽഷ്യം ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് മെയിൻലി കാലപ്പഴക്കം കൊണ്ടും പിന്നെ നമുക്ക് ജനിതകമായ കാരണങ്ങൾ കൊണ്ടുമാണ് കാൽസിഫൈഡ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. ഇതെല്ലാവരിലും കാണണം എന്നില്ല. ചില ആൾക്കാരിൽ, ചില പ്രത്യേകതരം വ്യക്തികളിൽ, ഞാൻ പലപ്പോഴും നമ്മൾ മാൽദീവ്സിലേക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴേ ഞാൻ കാണുന്നത് ഇവർക്ക് കൂടുതൽ കാൽസിഫൈഡ് ബ്ലോക്കുകൾ ഉള്ളതായിട്ടും. എല്ലായിടത്തും ഇത് കാണണം എന്നില്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഡയബറ്റിക് പോപ്പുലേഷനിൽ കുറച്ച് കൂടുതലാണ്. കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിന്, വൃക്കകൾക്ക് രോഗമുള്ളവർക്ക് കാൽസിഫൈഡ് ബ്ലോക്കുകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില രോഗികളിലും ജനിതകമായ കാരണങ്ങളാലും ഒരുപാട് കാലപ്പഴക്കമുള്ള ബ്ലോക്കുകളുമാണ് കാൽസിഫൈഡ് ബ്ലോക്കുകളായിട്ട് വരുന്നത്. പക്ഷേ ഇവയ്ക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇവർക്ക് ചികിത്സിക്കാനുള്ള സൗകര്യമുള്ള ആശുപത്രി സൗകര്യങ്ങൾ, ഒപ്പം ഇതിനുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതിന് സാങ്കേതിക തികവുള്ള ഡോക്ടർമാർ, ഇതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇത് കൂടാതെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ എങ്കിലും ഈ ബ്ലോക്കിൻ്റെ പെർസെൻറ്റേജ് 100-ൽ 20 അല്ലെങ്കിൽ 10%, 15% പേർക്ക് താഴെയേ കാണാറുള്ളൂ. അതുകൊണ്ട് 85% പേരും ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾക്ക് വിധേയരാകാറില്ല. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും സദാശിവനാണ്. സദാശിവൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. മൂന്ന് മാസം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞായിരുന്നു. ഇപ്പൊ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിയാറ്റിൻ ഇപ്പൊ ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോ 5.5 ഉണ്ട്. എനിക്കിപ്പോ ഒരു 5 മിനിറ്റ് നടക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ബലൂൺ ശസ്ത്രക്രിയ ചെയ്തത് എവിടെയാണെന്ന് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. സാധാരണഗതി ക്രിയാറ്റിൻ കൂടുതലുള്ള പേഷ്യൻസിനെ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പ്രത്യേക ചില നിബന്ധനകൾ എടുത്തേണ്ടതുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഇത്തരത്തിലുള്ള ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മഷി, ഇതിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇവർ ഡയാലിസിസിന് വിധേയരാകാറുണ്ട്. നമ്പർ 1. നമ്പർ 2, ഇത്തരത്തിലുള്ള കിഡ്നിയുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പേ പറഞ്ഞ കാൽസ്യം അടങ്ങിയ ബ്ലോക്കുകളുടെ അളവ് കൂടുതലായിരിക്കും. അവർക്ക് വ്യക്തമായിട്ട് ഇമേജിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ കാൽസ്യം ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നതിൽ വയ്ക്കുന്ന കട്ടിംഗ് ബലൂണോ അല്ലെങ്കിൽ
IVL അല്ലെങ്കിൽ OPN ബലൂണോ റൊട്ടേഷണൽ തെറക്ടമിയോ ഒന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉത്തമമായ സ്റ്റെൻഡിങ് നിക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത അവരിൽ കൂടുതലാണ്. അപ്പം കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് കാൽസ്യം വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കിഡ്നി ഫെയിലിയറിൻ്റെ വ്യക്തമായ സൂചനയാണ് ക്രിയാറ്റിനിൻ മോർ ദാൻ 1.5 എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഏകദേശം 5-ന് ക്രിയാറ്റിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വൃക്കയ്ക്ക് പ്രശ്നമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വൃക്കയ്ക്ക് പ്രശ്നമുള്ളവർക്കും പ്രമേഹ രോഗികളിലും ഉത്തമമായ ചികിത്സ സ്റ്റെൻഡിങ് നടത്താത്ത രോഗികളിലും വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ്. അപ്പം ഞാൻ സാധാരണഗതിയിൽ കാണുന്നത് മറ്റുള്ള പല സ്ഥലങ്ങളിലും ഇതുവരെ ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും ബ്ലോക്കുമായിട്ട് അവരെന്നെ പലപ്പോഴും സമീപിക്കുക സാധാരണയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള രോഗികൾ ഒരിക്കൽ ബലൂൺ ശസ്ത്രക്രിയ കഴിഞ്ഞ് വീണ്ടും ബ്ലോക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വീണ്ടും ആ ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കണ്ട് നിങ്ങൾ ചികിത്സ തേടുകയും ആ ബ്ലോക്കിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും വേണം, അത്യാവശ്യമാണ്. ഡോക്ടർ, നമ്മളോടൊപ്പം തിരികെ വരുമ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പെരുമ്പാവൂരിൽ നിന്നും ഇന്ദിരയാണ്. ഇന്ദിര, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ ഒരു 4 മാസമായിട്ട് എനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ECG ഒക്കെ നോക്കി, അതിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. പിന്നെ HDL 75 ഉണ്ട്, LDL 133 ആണ്. പിന്നെ മൈൽഡ് ഫാറ്റി ലിവർ ഉണ്ട്. ഫാറ്റി ലിവർ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഷുഗറും ഒക്കെ പ്രഷറും ഒക്കെ എല്ലാം ഓക്കെയാണ്. പിന്നെ ECG യാതൊരു പ്രശ്നങ്ങളും ഇല്ല താനും. അപ്പൊ എന്തായിരിക്കും ഈ നെഞ്ചുവേദന ഇടയ്ക്ക് വരണേന്നൊന്ന് അറിയാനായിരുന്നു. സാധാരണഗതി നെഞ്ചുവേദന 100,000 കാരണങ്ങളുണ്ട്. നമ്മളുടെ റിപ്പോർട്ടുകൾ നോക്കിയാൽ HDL 75 ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതായത് ഉത്തമമായ കൊളസ്ട്രോൾ വളരെ കൂടുതലാണെന്ന് അർത്ഥം. ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്. LDL 130 ഡെഫിനറ്റ് ആയിട്ടും കൂടുതലാണ്. 100-ൽ കൂടുതലാണെന്ന് വെച്ചാൽ 100-ൽ കൂടുതൽ എന്ന് വെച്ചാൽ കൂടുതലെന്ന അർത്ഥം. HDL കൂടുതൽ എന്നുള്ളതാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ്. വേറെ രോഗമൊന്നുമില്ല. ECG നോർമൽ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള രോഗികൾക്ക് നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ക്വാണ്ടം ഓഫ് എക്സസൈസിൽ നിങ്ങൾക്ക് വേദന വരുന്നു എന്നുണ്ടെങ്കിൽ ഡോക്ടറുമായി അല്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. നെഞ്ചുവേദനയില്ലാത്ത ഡോക്ടറെ കാണുന്നില്ല. അല്ല, ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ വേദന അതുണ്ടല്ലോ. ആ വേദനയ്ക്ക് ഒരു TMD ടെസ്റ്റ് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ സ്കാനിങ് ചെയ്ത് ഒരു TMD കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് ട്രെഡ്മിലിനകത്തും ECGക്കകത്ത് വേരിയേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 95% സാധ്യതയോടെ പറയാൻ പറ്റും നിങ്ങളുടെ രോഗം ഹൃദയ സംബന്ധമായ ഒരു രോഗവും ഇല്ല എന്ന്. പ്രത്യേകിച്ചും ഇത് വരുന്നത് യൂഷ്വലി ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും പ്രമേഹ രോഗികൾക്കുമാണ് രോഗലക്ഷണങ്ങൾ അറിയാതെ തന്നെ ഹൃദയ സംബന്ധമായ രോഗം വരാൻ പറ്റുന്നത്. ഫാമിലി ഹിസ്റ്ററി ഒന്നുമില്ല. അപ്പൊ എന്നെ കണ്ട ഡോക്ടർ പറഞ്ഞത് ഈ 75 HDL ഉണ്ട്, 133 LDL എന്ന് പറഞ്ഞിട്ട് കൂടുതലാണെങ്കിലും ഈ 75 ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. എന്നാലും ഒരു TMD ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല. ഒരു TMD ചെയ്ത് നോക്കുക. TMD നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ. അതെ, അപ്പൊ എന്തായിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ പറയണേന്ന് അതെനിക്ക് അറിയില്ലല്ലോ. TMD ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ ഇതൊരു മസ്കുലർ പെയിനോ അല്ലെങ്കിൽ ആങ്സൈറ്റി പെയിനോ ആകാൻ സാധ്യത. ഓക്കെ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ഒരു വിഷയത്തിൽ നമുക്ക് കുറച്ചുകൂടെ നൂതനമായ ചികിത്സാ രീതികളെ പറ്റി അറിയേണ്ടതുണ്ട്. CTO ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ധാരാളം ചെയ്ത ഒരു ഇത് ഡോക്ടർക്കുണ്ട്. കേസുകളൊക്കെ ധാരാളം കൈകാര്യം ചെയ്ത ഒരു ഇത് ഡോക്ടർക്കുണ്ട്. അപ്പോൾ ആ ഒരു നിലയിൽ അതിനെപ്പറ്റി ഒന്ന് കൂടുതലായിട്ട് വിശദീകരിക്കാമോ? ഏറ്റവും കൂടുതൽ ഭാഗ്യത്തിന് ഏറ്റവും കൂടുതൽ CTO ആൻജിയോപ്ലാസ്റ്റി ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ പല മെഡിക്കൽ കോളേജുകളിലും പല ആശുപത്രികളിലും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലായാലും പുറത്തായാലും ഒരു 9ഓളം മെഡിക്കൽ കോളേജുകളിൽ ഞാൻ പോയി ഡോക്ടർമാരെ പ്രൊഫസർമാരെ ഉൾപ്പെടെ ആൾക്കാരെ ഈ CTO ട്രെയിൻ ചെയ്യാറുണ്ട്. CTO എന്ന വാക്കിൻ്റെ അർത്ഥം ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ എന്നാണ്. 100% രക്തധമനി അടഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇത് പണ്ടെങ്ങാണ് ഹൃദയാഘാതം വന്നിട്ട് നമ്മൾ അറിയാതെ പോകുന്ന സമയത്ത് രക്തധമനി അടഞ്ഞിരിക്കും. ഇതിൻ്റെ നീളം നമ്മൾ താഴെ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഓപ്പോസിറ്റ് രക്തക്കുഴലിൽ നിന്നോ രക്തം വരുന്നതിൻ്റെ അവസ്ഥ. എങ്കിലും മുഴുവനായി സർക്കുലേഷൻ കിട്ടാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള രോഗികൾക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴോ ഹെവി എക്സസൈസ് ചെയ്യുമ്പോഴോ നെഞ്ചുവേദന ഉണ്ടെങ്കിലും മാംസപേശികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. പലപ്പോഴും ഒരു രക്തക്കുഴലിലെ ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ ബൈപ്പാസിന് വിടുന്നത് ശരിയല്ല. ഇന്ന് രാവിലെ പോലും ഞാൻ ഒരു രോഗിയെ പുറത്തുനിന്ന് മാൾട്ടയിൽ നിന്ന് വന്ന രോഗിയെ നമ്മൾ 2 രക്തക്കുഴലിൽ 100% ബ്ലോക്കായിരുന്നു. ഞാൻ ഒരെണ്ണം ഇന്ന് മാറ്റി, നാളെ ഒരെണ്ണം മാറ്റാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 100% ബ്ലോക്ക് ഉണ്ടെങ്കിൽ രക്തധമനിയുടെ ബ്ലോക്കിനെ നമ്മൾ ചില പ്രത്യേകതരം വയറുകളുടെ സഹായത്തോടെയും മൈക്രോ കത്തീറ്റർ തുടങ്ങിയ ഡിവൈസിൻ്റെ സഹായത്തോടെയും ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയാണ് പതിവ്.
അതിന് ആ തരത്തിലുള്ള ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നതിന് ചില സാങ്കേതിക തികവുകൾ ഉള്ള അല്ലെങ്കിൽ സ്പെഷ്യലി ട്രെയിൻഡായ ഡോക്ടർമാർ ഒന്ന്. നമ്പർ 2, ഇതിന് പ്രത്യേകം ചില വയറുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പിന്നെ 3, സാധാരണ ആൻജിയോപ്ലാസ്റ്റിയേക്കാൾ കൂടുതൽ സമയമെടുത്ത് വ്യക്തമായി ആൻജിയോഗ്രാം മനസ്സിലാക്കി വേണം ഇവരെ ചികിത്സിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് പ്രാവീണ്യമുള്ളവരല്ല. അതുകൊണ്ട് ചില പ്രത്യേക ഡോക്ടർമാരാണ്. ഞാൻ ഈ ഒരു വലതുവശത്തെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വന്നാൽ അത് നീക്കം ചെയ്യുന്നതിന് വലതുവശം വഴിയും കയറാം, ഇടതുവശത്തൂടെ കയറി ചെറിയ മൈന്യൂട്ട് രക്തക്കുഴലുകൾ വഴി കയറും. റെട്രോഗ്രേഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഇത് ഏകദേശം 250ഓളം രോഗികൾ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ഞാൻ. അപ്പോൾ നമ്മൾ സാധാരണഗതി റെട്രോഗ്രേഡ് CTO PCI വളരെ വളരെ റെയറായിട്ട് മാത്രമാണ് ഡോക്ടർമാർക്ക് ഇതിനകത്ത് പ്രാവീണ്യമുള്ളത്. അപ്പം ആൻറ്റിഗ്രേഡ് CTO, റെട്രോഗ്രേഡ് CTO ഇത് 100% ബ്ലോക്കിന് പല രീതിയിലാണ് ചികിത്സിക്കാവുന്നത്. ഇതിൽ പ്രാവീണ്യമുള്ള ഡോക്ടർമാരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ചികിത്സ എന്ന് പറയുന്നത് ബൈപ്പാസിന് പോവുക എന്നത് മാത്രമാണ്. പലപ്പോഴും ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, റെട്രോഗ്രേഡ് CTO ആൻജിയോപ്ലാസ്റ്റിയിൽ ഫെയില്യൂർ റേറ്റ് നല്ല കൂടുതലാണ് ചെയ്യുന്ന ഡോക്ടർമാരിൽ പോലും. അതുകൊണ്ട് ഇതിനകത്ത് പ്രാവീണ്യമുള്ള ഡോക്ടർമാർ തന്നെയാണ് ഇത് കണ്ട് ചികിത്സിക്കേണ്ടത് നിർബന്ധമായിട്ട്. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സതീശനാണ്. സതീശൻ ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് ഇടയ്ക്ക് നെഞ്ചുവേദന വന്നിരുന്നു. അപ്പം ഞാൻ അടുത്തുള്ള കാർഡിയോളജിസ്റ്റിനെ കണ്ടു. അപ്പം TMTയും എക്കോയൊക്കെ നോക്കി, ECG ഒക്കെ നോക്കി. അപ്പം അതിനൊക്കെ പ്രശ്നമാണെന്ന് കണ്ടു. പ്രശ്നമാണെന്നോ ഇല്ലെന്നോ? ആണെന്ന് കണ്ടു. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തപ്പോഴത്തേക്ക് അതിൽ ഇംപ്രഷൻ വന്നിരിക്കുന്ന 2VD, D1 ആൻഡ് LCX ആണ് പറഞ്ഞത്. അപ്പം അന്ന് ഡോക്ടർ പ്രശ്നമാണെന്നാ പറഞ്ഞത്. മനസ്സിലായി, ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ 2 രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ട്. ഒന്ന് ഡയഗണലിനകത്തും സർക്കംഫ്ലക്സിനകത്തും. അത് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യേണ്ട രക്തക്കുഴലിൽ സൈസ് ഉത്തമമാണെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയ ചെയ്ത് ബ്ലോക്ക് നീക്കം ചെയ്യുക. ഉത്തമമല്ല, ചെറിയ രക്തക്കുഴലാണെങ്കിൽ മരുന്ന് കൊണ്ട് ചികിത്സിക്കുക. അത്രയേ ഉള്ളൂ. എനിക്ക് അഡ്വൈസ് കിട്ടിയത് ഡോക്ടറെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അഡ്വൈസ് കിട്ടിയത്. ഞാൻ അതനുസരിച്ച് എന്ത് പറഞ്ഞോളൂ. ഞാൻ ഹലോ പറഞ്ഞോ, കേൾക്കാം പറഞ്ഞോളൂ. എനിക്ക് ഡോക്ടറെ തന്നെ അത് കാണാനായിട്ടാണ് അഡ്വൈസ് കിട്ടിയത്. അപ്പൊ അതനുസരിച്ച് ഞാൻ ട്രിവാൻഡ്രത്തും കൊല്ലത്തും ഞാൻ വിളിച്ചു. അപ്പം ഡോക്ടർ മാസത്തിൽ ഒരു തവണയൊക്കെ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല, എല്ലാ വ്യാഴാഴ്ച ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് കാണാറുണ്ട്. പിന്നെ ഒരുപാട് മീറ്റിങ്ങിലൊക്കെ പോകുന്നതുകൊണ്ടാണ്. കൊല്ലത്ത് ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബലൂൺ ഇത് എനിക്ക് തോന്നുന്നു രക്തക്കുഴലിലെ ബ്ലോക്ക് മിക്കവാറും 100% ആവാനാണ് ചാൻസ്. അങ്ങനെ അതുകൊണ്ടായിരിക്കും എന്നെ കാണാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈവൻ നാളെ വന്നാലും ഞാൻ കൊല്ലത്ത് വെച്ച് കാണാൻ പറ്റും. നാളെ കൊല്ലത്താണ്, ഇന്നാണ് ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നത്. അല്ലെങ്കിൽ തിങ്കളാഴ്ച വന്ന് കണ്ടാലും കാണാൻ പറ്റും. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഷെരീഫാണ്. ഷെരീഫ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഷെരീഫ് പറഞ്ഞോളൂ. ഷെരീഫ് പറഞ്ഞോളൂ. ഡോക്ടർ, ഷെരീഫിൻ്റെ കോൾ കട്ടായിട്ടാണുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റ് നൂതന ചികിത്സാ രീതികൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിവരിക്കാമോ? ഈ നൂതന ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബൈപ്പാസ് ശസ്ത്രക്രിയയിലുള്ള ബലൂൺ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിയാണ് 2 നൂതന ചികിത്സാ രീതികൾ. വൃക്കക രോഗികളിൽ ഇന്ന് രാവിലെ എന്നെ ഒരു പേഷ്യൻ്റ് കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിനിൻ 5.8 ആണ്, 5.8. ഒരു നോർമൽ ഒരാളുടെ ക്രിയാറ്റിൻ 1.2 താഴെയായിരിക്കണം. ആ രോഗി മറ്റു പലയിടത്തും പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ആ രോഗി പെർമനൻറ്റ് ഡയാലിസിൽ പോകുന്നു. ഇതുവരെ ഡയാലിസിൽ പോയിട്ടില്ല. ആ പുള്ളിക്ക് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് നല്ല ബോധമുള്ള ആളാണ്. ഏകദേശം 8-10 കാർഡിയോളജിസ്റ്റുകളെ കണ്ടു. എല്ലാവരും ഡയാലിസിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രോഗിയെ ചികിത്സിക്കുന്നതിന് നമ്മൾ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് ഉപയോഗിക്കുന്ന മഷീൻ്റെ അളവ് ഏകദേശം 22 ml ആണ് പുള്ളിക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന മാക്സിമം ഡോസ്. അതിനകത്ത് തന്നെ നിർത്തിക്കൊണ്ട് ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് നീക്കം ചെയ്യാനായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ചെറിയ രീതിയിലുള്ള കോൺട്രാസ്റ്റ് അളവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അൾട്രാ ലോ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുത്തു. അദ്ദേഹം തിങ്കളാഴ്ച എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആൻജിയോഗ്രാം ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ മഷയിൽ 2-3 ഷോട്ട് എടുത്ത ശേഷം ബലൂൺ ശസ്ത്രക്രിയ പൂർണ്ണമായും കോൺട്രാസ്റ്റ് ഇല്ലാതെ ചെയ്യുക. ഏകദേശം 120ഓളം രോഗികൾക്ക് ഞാൻ ഇതുവരെ ക്രിയാറ്റിനിൻ കൂടിയ രോഗികളിൽ ഈ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്പറാണ്. അവരിൽ ഒരാൾ പോലും ഇതുവരെ ഡയാലിസിൽ പോയിട്ടില്ല.
നാളെ പോകില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന് സലൈൻ OCTയുടെ സഹായത്തോടെ വലത് രക്തക്കുഴലിനകത്തും OCTയുടെ സഹായത്തോടെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഐവസിൻ്റെ സഹായത്തോടെ ഏത് രക്തക്കുഴലിലും ഏത് ബ്ലോക്കുകളും, കാൽഷ്യമുള്ള ബ്ലോക്ക് ആയിക്കോട്ടെ, 100% ബ്ലോക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ CTU ആയിക്കോട്ടെ, ഇതിനെല്ലാം നമ്മൾ കോൺട്രാസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള രീതി ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു പെർമനൻറ്റ് ഡയാലിസിസ് എന്നൊരു ഓപ്ഷൻ ഇല്ലാതായി മാറാൻ പറ്റും. അതാണ് ഏറ്റവും നൂതനമായി വരുന്ന ചികിത്സാ രീതികൾ. പിന്നെ നമ്മൾ വരുന്നത് രണ്ടാമത്തത് ഡ്രക്കൗട്ടിംഗ് ബലൂണാണ്. ഏത് ബലൂൺ ശസ്ത്രക്രിയക്കകത്തും സ്റ്റെൻഡ് ഇല്ലാതെ, ലോഹം നിക്ഷേപിക്കാതെ തന്നെ, സ്റ്റെൻറ്റിൻ്റെ സഹായമില്ലാതെ ഡിവൈസ് ഉപയോഗിച്ച് തന്നെ മരുന്ന് അകത്ത് എത്തിച്ച് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്ന രീതിയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ സർജറി നിർദ്ദേശിക്കപ്പെട്ട ഒരാളിൽ, ഹൃദ്രോഗിയായിട്ട് ഒരാൾ, അദ്ദേഹത്തിന് ഒരു ആൻജിയോപ്ലാസ്റ്റി അത് എത്രത്തോളം ഫലപ്രദമാവും? നമ്മൾ പണ്ടൊക്കെ വിചാരിക്കുന്ന ബലൂൺ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ചികിത്സാ രീതിയും സർജറി എന്ന് പറയുന്നത് ഫുൾ പെർമനൻറ്റ് ചികിത്സാ രീതിയും. അതൊക്കെ തെറ്റാണ്. രണ്ടും ഒരുപോലത്തെ 2 ചികിത്സാ രീതികളാണ്. രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ സൗകര്യങ്ങളോ ഉത്തമമാണ് എന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നിന് പകരം ഒന്ന് എന്നുള്ളതാണ്. എന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബലൂൺ ശസ്ത്രക്രിയ ഉത്തമമാകുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബൈപ്പാസ് സർജറി ഉത്തമമായി മാറാറുണ്ട്. പ്രധാനമായിട്ടും രക്തധമനികളുടെ തുടക്കത്തിൽ ബ്ലോക്കുകളും താഴെയുള്ള രക്തധമനികൾ, ഡിസ്റ്റൽ വെസൽസ് എന്ന് പറയും, നമ്മൾ താഴെയുള്ള മാംസപേശികൾക്ക് അടുത്തുള്ള രക്തക്കുഴൽ ഏറ്റവും നല്ലതുമാണെങ്കിൽ ബൈപ്പാസ് ഉത്തമമാണ്. മൾട്ടിപ്പിൾ ബ്ലോക്ക് ആണെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ താഴെ രക്തക്കുഴലുകളെല്ലാം മോശമാണ്, തുടക്കത്തിൽ മാത്രമാണ് നല്ലതെങ്കിൽ അവർക്ക് ബലൂൺ ശസ്ത്രക്രിയയാണ് നല്ലത്. അതായത് മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൈപ്പാസിന് ശേഷം വരുന്ന ബ്ലോക്കുകൾക്ക് എന്നും ബലൂൺ ശസ്ത്രക്രിയയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ക്രിയാറ്റിനിൻ കൂടിയ രോഗികൾക്ക് ബലൂൺ ശസ്ത്രക്രിയ ഡെഫിനറ്റായിട്ടും സീറോ കോൺട്രാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയയും, സീറോ കോൺട്രാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ബൈപ്പാസാണ് ഉത്തമം എന്നുള്ളതാണ്. കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾക്ക് ഉത്തമമായി ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടർമാർ, സാങ്കേതിക വിദ്യയും ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ബലൂൺ ശസ്ത്രക്രിയ മുന്നിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ചികിത്സ എന്ന് പറയുന്നത്, പിന്നെ മൾട്ടിപ്പിൾ ബ്ലോക്ക്, ഡയബറ്റിക് പേഷ്യൻസ്, ഒരുപാട് സ്റ്റെൻറ്റ് വേണം, പ്രമേഹ രോഗികളാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ സർജറി ഈസ് ആക്ച്വലി ഒരു ബൈപ്പാസിനേക്കാളും എഡ്ജുണ്ട്, ആൻജിയോപ്ലാസ്റ്റിയേക്കാളും എഡ്ജുണ്ട്. പിന്നെ ഇത് കൂടാതെ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത ബൈപ്പാസിന് കുറവും ആൻജിയോപ്ലാസ്റ്റിക്ക് കൂടുതലുമാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ എന്തായാലും ആൻജിയോപ്ലാസ്റ്റിക്ക് നന്നായിട്ട് ചെയ്യുന്ന ഡോക്ടറാണെങ്കിൽ കുറവായിരിക്കും. ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഹൃദ്രോഗത്തെക്കുറിച്ചും നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനും മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ MDയും ചെയർമാനും ചീഫ് ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ N. പ്രതാപ് കുമാറാണ്. ഡോക്ടർ, നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.